കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. ഏഷ്യാനെറ്റ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വളരെ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് യന്ത്രങ്ങൾ. യന്ത്രം എന്നാൽ എന്താണ്? യാന്ത്രികമായിട്ട്, അതായത് നമുക്ക് അത്ഭുതകരമായിട്ട് പല കാര്യങ്ങളും പലവിധ അനുഭവങ്ങളും ഈശ്വരീയമായ അനുഗ്രഹത്താൽ നമുക്ക് ഉണ്ടാക്കി തരുന്ന പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്ന അവസ്ഥയാണ് യന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ. യന്ത്രം എന്ന് വെച്ചാൽ മനോനിയന്ത്രണ യന്ത്രം കൂടിയാണ്, മനസ്സിനെ കൂടെ നിയന്ത്രിക്കുന്ന അവസ്ഥയാണെന്നാണ് പറയുന്നത്. നമുക്ക് വരാൻ പോകുന്ന പല ആപത്തുകളെ വഴിമാറ്റി വിടാൻ ഈ യന്ത്രങ്ങൾ സഹായിക്കും. പലവിധ ഐശ്വര്യങ്ങൾ നമുക്ക് കൊണ്ടുതരാൻ ഈ യന്ത്രങ്ങൾ കൊണ്ട് സാധിക്കും. ഒരുപാട് പക്ഷേ വിമർശനങ്ങൾ വിധേയരായിട്ടുള്ള അവസ്ഥയും കൂടെ യന്ത്രങ്ങൾ. ഇത് വൃത്തിയായിട്ട് ചെയ്തെങ്കിൽ എന്തായാലും പ്രയോജനമുള്ളൂ. ഒരു യന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധകനിൽ നിന്നും ഉണ്ടാവേണ്ടതാണ്. ഇന്നൊരു ക്ഷേത്രങ്ങളിൽ പല ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോഴും അവിടുത്തെ കൗണ്ടറുകളിലുമൊക്കെ റെഡിമെയ്ഡ് യന്ത്രങ്ങൾ ഇങ്ങനെ തൂക്കിയിട്ടേക്കാണ് 100 രൂപ, 150 രൂപയ്ക്ക്, 200 രൂപയ്ക്കൊക്കെ. ഇത് കാണുമ്പോൾ വളരെ കഷ്ടം തോന്നും. ഇത് കൊണ്ടുപോയി മേടിച്ച് ഈ വീടുകളിലോ സ്ഥാപനങ്ങളിലോ ഈ വാഹനങ്ങളിലോ ഒക്കെ വെച്ചിട്ട് എന്താണ് പ്രയോജനം? ഒരു പ്രയോജനവുമില്ല. പ്രിന്റഡ് യന്ത്രങ്ങൾ ഒരു കാരണവശാലും വെക്കാതിരിക്കുക. കാരണം ഒരു യന്ത്രം എഴുതുന്നതിന് പോലും കാര്യങ്ങളുണ്ട്. ഒരു ആളുടെ പേരും നാളും നോക്കിയിട്ട് ആളുടെ സമയമൊക്കെ നോക്കി ഈ സമയത്ത് ഏത് യന്ത്രം ധരിച്ചാലാണ് ആൾക്ക് പ്രയോജനം, എന്ത് കാര്യസാധ്യം ഉദ്ദേശിച്ചാണ് യന്ത്രം നമ്മൾ എഴുതേണ്ടത്, അതൊക്കെ ആദ്യം കണക്കൂട്ടി വേണം. യന്ത്രങ്ങൾ, ഒരുപാട് യന്ത്രങ്ങൾ ശാരീരത്തിലായാലും അതുപോലെ തന്നെ സൗന്ദര്യലഹരിക്കകത്തായാലും യന്ത്രവിധികൾക്കകത്തായാലും ഒരുപാട് യന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഒരുപാട് യന്ത്രങ്ങളെക്കുറിച്ച്. വിളാമുഖിയുണ്ട്, ത്രവിഴസുന്ദരിയുണ്ട്, പിന്നെ വീരഹനുമത് യന്ത്രമുണ്ട്, ഗണേശ യന്ത്രമുണ്ട്, ഋണമോചന മഹാഗണപതി യന്ത്രമുണ്ട്, ഋണമോചന മഹാലക്ഷ്മി യന്ത്രമുണ്ട്, കുബേര യന്ത്രമുണ്ട്, കുബ്ജിക യന്ത്രമുണ്ട്, വാണി യന്ത്രമുണ്ട്. അങ്ങനെ ഒരുപാട് യന്ത്രങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. അപ്പോൾ അവനവന് ആവശ്യമായ യന്ത്രം നല്ലൊരു സാധനങ്ങളിൽ നിന്ന് ആദ്യം തിരഞ്ഞെടുക്കുക. അതിനുശേഷം വിധിപ്രകാരം 4 വിരൽ വീതി, 4 വിരൽ നീളമുള്ള തകിടില്, വെള്ളിത്തകിട് മനുഷ്യനും ചെമ്പ് തകിട് മൃഗങ്ങൾക്കുമാണ് നമ്മൾ ധരിക്കുക. മനുഷ്യന് ചെമ്പ് തകിട് ധരിക്കുന്ന അങ്ങനെ കാണാറില്ല. അപ്പം അങ്ങനെ വെള്ളിത്തകിടിൽ എഴുതിയിട്ട് ആ യന്ത്രത്തിലെ വരകളെന്ന് പറഞ്ഞ ഒരു ശരീരത്തിലെ അസ്ഥിക്ക് തുല്യമാണെന്നാണ് പറയുന്നത്. മന്ത്രം വരുമ്പോഴത്തേക്കും മജ്ജയും മാംസവുമായി. അതിനകത്ത് ആളിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചേരിപ്പോൾ യന്ത്രം എഴുതുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ആവശ്യമില്ല. ആളിൻ്റെ പേരും നാളും കാര്യസാധ്യവും മാത്രം മതി. അതിൻ്റെ കള്ളികളിലൊക്കെ എഴുതിയിട്ട്, ഇപ്പോൾ സുദർശനമാണെങ്കിൽ ഷഡ്കോണ്, 8 തളം, 16 തളം, 3 വീതിവൃത്തം, ഭൂപുരം, ശംഖുചക്രദാഹം വരച്ച് മന്ത്രഗായത്രി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയിട്ട് ആണ് നമ്മളിത് ആദ്യം പഞ്ചഗവ്യ ശുദ്ധി, അതിനുശേഷം പുറ്റുമണ്ണ്, തുളസിച്ചുവട്ടിലെ മണ്ണ് ഒക്കെ ഇട്ട് ശുദ്ധി ചെയ്തിട്ട് 40 വെള്ളത്തിലുമൊക്കെ ഒരു ദിവസം ഇട്ട് വെച്ചിട്ട് വ്യത്യാസം തൊട്ടാണ് യന്ത്രത്തിൽ ആദ്യം ആ യന്ത്രദേവനെ അല്ലെ യന്ത്രദേവിയെ ആവാഹിച്ചിട്ട്. ഇപ്പോൾ നമ്മളൊക്കെ ആണെങ്കിൽ 7 ദിവസത്തൊക്കെ മിനിമം 7 ദിവസമാണ് പൂജിക്കുക. റെഡിമെയ്ഡ് യന്ത്രങ്ങളൊന്നും നമ്മൾ കൊടുക്കാറില്ല. ആൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ കാര്യസാധ്യമൊക്കെ എഴുതിയ കാര്യസാധ്യം ഉദ്ദേശിച്ചിട്ട് കൂടെ ആ ദേവനെ ആവാഹിച്ച് തിരുമധുരം, പായസം, പാൽപ്പായസം അങ്ങനെയുള്ള നിവേദ്യങ്ങളൊക്കെ നമ്മൾ നിവേദിച്ച് 7 ദിവസം ത്രികാല പൂജയായിട്ട് തന്നെ നമ്മളത് ചെയ്തിട്ട് ആ 7ാമത്തെ ദിവസം ആണ് ഇത് കൊണ്ടുപോയിട്ട് അവർ കൊണ്ടുവരണം. കൂടിനകത്ത്, അല്ലെങ്കിൽ നമ്മുടെ കൂടിനകത്ത് ആൾ വന്നതിന് ശേഷം അത് നിറയ്ക്കുകയുള്ളൂ. കാരണം നിറച്ച് കഴിഞ്ഞാൽ അന്ന് തന്നെ ധരിക്കണമെന്നുണ്ട്. അങ്ങനെ നിറച്ച് കൊടുക്കുന്ന ഒരു യന്ത്രം തീർച്ചയായിട്ടും അവർക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടാവും. ഈ റെഡിമെയ്ഡ് യന്ത്രങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഒരു സാധനങ്ങളിൽ നിന്നും വൃത്തിയായിട്ട് ഒരു ഉപാസകളിൽ നിന്നും ഉണ്ടാവേണ്ടതാണ് യന്ത്രങ്ങൾ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ. ഉപാസനയുള്ള ആൾ വേണം യന്ത്രമൊക്കെ എഴുതാനായിട്ട്. ഓരോ യന്ത്രങ്ങൾ കൊണ്ട് ഓരോ കാര്യസാധ്യത ഉദ്ദേശിക്കും. നമ്മൾ ആ കാര്യസാധ്യത അനുസരിച്ച് യന്ത്രമൊക്കെ എഴുതി പൂജിച്ച് ഒക്കെ ധരിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, തിരുമേനി തെറ്റുകൊണ്ട് ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, ഞങ്ങൾക്ക് എല്ലാം ബന്ധപ്പെടാവോ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അമ്പലത്തിൽ പോവാമോ, പിന്നീട് സമയത്ത് ധരിക്കാവോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തകിടിനകത്ത് അല്ലെങ്കിൽ കൂടിനകത്താണ് യന്ത്രം നമ്മൾ ഇട്ടിരിക്കുന്നത്. കൂടിനകത്ത് യന്ത്രം നിറച്ചിട്ടാണ് നമ്മൾ തരിക. ഇത് നേരിട്ട് നമ്മൾ ആരും സ്പർശിക്കുന്നില്ല. ഇത് നമ്മൾ കുളിക്കുന്നതുകൊണ്ടോ ശരീരവുമായി ബന്ധപ്പെടുന്നതുകൊണ്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പിരീഡ് സമയത്ത് ധരിക്കുന്നതുകൊണ്ടോ ഒന്നും യാതൊരു വിഷയങ്ങളുമില്ല. ഇത് ചരടിലാണ് ധരിക്കുന്നുണ്ടെങ്കിൽ, സ്ത്രീകളൊക്കെ ആണെങ്കിൽ 7 രാത്രി കഴിഞ്ഞിട്ട് ഈ ചരടൊന്ന് മാറുന്നത് നന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ യന്ത്രം ഇട്ട് കഴിഞ്ഞാൽ കൃത്യം നമ്മൾ 41 ദിവസം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമുക്കിതിൽ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ശരീരത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഭാരം പോലെ ശരീരത്തിൽ തോന്നുക, കൈകാല് കഴിക്കുക, തലവേദന എടുക്കുക, നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് ഉണ്ടാകുന്ന അവസ്ഥകൾ വരിക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നമുക്ക് വന്നു ചേരുന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ യന്ത്രം കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ദോഷങ്ങൾ എന്തോ കിടപ്പുണ്ട്.
ആ ദോഷങ്ങൾക്ക് മാറ്റാൻ അല്ലെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ഒരു പവർ ആ യന്ത്രത്തിനില്ല. അപ്പോഴാണ് ആ യന്ത്രം ചിലർക്കാണെങ്കിൽ എത്ര നല്ല വെളിയിലിട്ടാലും യന്ത്രം കറുത്തു പോകുന്ന അവസ്ഥകൾ, യന്ത്രം പെട്ടെന്ന് തന്നെ ഈ നിറം മാറുക, അത് പെട്ടെന്ന് ക്ലാവ് പിടിക്കുക, അതുപോലെ ഇത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ശരീരമൊക്കെ ചൊറിയുന്ന അവസ്ഥ, ഇങ്ങനെ പല കാര്യങ്ങൾ, പല സൈഡ് എഫക്റ്റുകൾ നമുക്കിത് കാണിച്ചു തരും. അന്നേരം തന്നെ ആ യന്ത്രങ്ങൾ മാറ്റുക. അത് മാറ്റി ഒന്നുകിൽ അതിൻ്റെ അതിനെക്കാട്ടിലും പവർ കൂടിയ വേറെ ഏതെങ്കിലും യന്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ ജാതകവശാൽ എന്തെങ്കിലും ദോഷങ്ങൾ, അല്ലെങ്കിൽ അല്ലാതെ കവടി പ്രശ്നത്തിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതുകൂടെ മാറ്റിയതിന് ശേഷം നമുക്ക് നല്ല ഈ പറഞ്ഞ വേറെ ഏതെങ്കിലും പവർ കൂടിയ യന്ത്രം, അല്ലെങ്കിൽ ആ യന്ത്രം തന്നെ ഒന്നുകൂടെ പൂജിച്ച് ധരിക്കുന്നത് നന്നായിരിക്കും. നമുക്ക് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്ന് 41 ദിവസം നമ്മൾ ചിന്തിക്കണം. 41 ദിവസത്തേക്ക് എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ യന്ത്രം അതിന് മുമ്പായിട്ട് തന്നെ മാറണം. അത് തന്ന സാധകനെ, തന്ന ഒരു പൂജാരിയെ, അത് തന്ന ഒരു ജ്യോത്സ്യനാരാന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അതിന് വേണ്ടുന്ന കാര്യം നോക്കി ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ സംശയങ്ങൾക്കുള്ള മറുപടികൾ കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.